നമസ്കാരം സുഹൃത്തുക്കളെ, സിനിമകളെ സ്നേഹിക്കുന്നവർക്കായുള്ള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ അത്ഭുതകരമായ ഒരു യാത്രയെക്കുറിച്ചാണ്. 1928 മുതൽ ഇന്ന് വരെ മലയാള സിനിമ എങ്ങനെ മാറിയുവെന്ന്, ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായെന്ന് അവ ഒന്നിച്ചതായി നോക്കാം. മലയാള സിനിമയുടെ തുടക്കം പാടലുകളില്ലാതെയും ശബ്ദമില്ലാതെയുമായിരുന്നു. 1928 വിഗാതകുമാരൻ എന്ന സിനിമയോടെയാണ് ആ തുടക്കം. ഡിജിറ്റൽ ക്യാമറകളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഇത് ഒരുവന്റെ സ്വപ്നമായിരുന്നു. ജെ.സി. ഡാനിയൽ ആണ് ആദ്യ മലയാള ചിത്രം നിർമ്മിച്ച വ്യക്തി. പിന്നീട് 1938 രണ്ടാം ചിത്രം ബാലൻ എത്തി, ആദ്യത്തെ ശബ്ദചിത്രം. 1950കളിലും 60കളിലും മലയാള സിനിമയ്ക്ക് കൂടുതൽ ജനപ്രിയതയുണ്ടായി. ഈ കാലഘട്ടത്തിൽ ആണ് സത്യൻ, പ്രേം നസീർ പോലുള്ള ക്ലാസിക് നടന്മാർ വന്നത്. ചെറിയ ബജറ്റിലും മികച്ച കഥകളും സംഭാഷണങ്ങളും കൊണ്ട് സിനിമകൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. കെമ്മീൻ 1965 ആദ്യമായി ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമ. 1970കളോടെയും 80കളോടെയും കൂടി മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അടൂർ ഗോപാലകൃഷ്ണൻ, ജോൺ എബ്രഹാം, ജി അരവിന്ദൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു പാരലൽ സിനിമ തുടക്കം കുറിച്ചു. ഈ സിനിമകൾ കലാപരമായി ഉന്നതം സോഷ്യൽ റിയലിസം അടിസ്ഥാനമാക്കിയുള്ളവ ആയിരുന്നു. അതേസമയം മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവർ മുഖ്യധാരയിലെ സൂപ്പർസ്റ്റാറുകളായി മാറി. 90കളിൽ നിന്ന് 2000 വരെ മലയാള സിനിമ കൂടുതൽ ഗ്ലാമർ, ആക്ഷൻ, കോമഡി എന്നിവയുടെ മേൽ കേന്ദ്രീകരിച്ചു. CID മൂസ, മീസ മാധവൻ, നരസിംഹം പോലുള്ള സിനിമകൾ മലയാളികളുടെ ഹൃദയം കീഴടക്കി. സിനിമ വ്യവസായമായി വളരാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. 2010കളോടെ മലയാള സിനിമയിൽ വീണ്ടും ഒരു വിപ്ലവം. ട്രാഫിക്, ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം തുടങ്ങി നിരവധി ന്യൂജൻ സിനിമകൾ വന്നു. പുതിയ സംവിധായകർ, പുതുമുഖ അഭിനേതാക്കൾ, ഫ്രഷ് സ്ക്രിപ്റ്റുകൾ ഇവ മലയാള സിനിമയെ പുതുതായി കണ്ടുമുട്ടിച്ചു. യൂട്യൂബ്, OTT പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ സിനിമയുടെ പ്രേക്ഷക വിസ്താരം വലിയ മാറ്റം കണ്ടു. ഇന്ന് മലയാള സിനിമ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും. ജല്ലിക്കട്ടു, മിന്നൽ മുരളി, 2018 പോലുള്ള സിനിമകൾ അന്താരാഷ്ട്രമായ അംഗീകാരങ്ങൾ നേടി. OTT വഴി സിനിമകൾ ആഗോളതലത്തിൽ എത്തുകയാണ്. സാങ്കേതികമായി കാര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു. മലയാള സിനിമയുടെ ഈ ദീർഘമായ യാത്ര നമ്മളെ അഭിമാനപ്പെടുത്തുന്ന ഒന്നാണ്. കഥകളും കഥാപാത്രങ്ങളും സംവേദനങ്ങളും എല്ലാം നമ്മളെ സമൂഹമായി ഉണർത്തുന്നവയാണ്. നാളെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ മലയാള സിനിമ ലോകത്തിന് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു.